എവ്രിവൺ, എല്ലാവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിന്റെ തുടർച്ചയാണ്. ഇന്ന് 10ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം 2 ഭാഗം 1 ചാപ്റ്ററാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ രണ്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ക്ലാസ്സും കണ്ടു തീർത്ത ശേഷം മാത്രം ഈ ക്ലാസ് കാണാം, കാരണം കണ്ടിന്യൂഷൻ ആണ്. നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ 2 ക്ലാസ് എന്തായാലും കണ്ടിട്ടുണ്ടാവണം. ഓക്കെ, ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇവിടെയാണ്. ആഗോള മർദ്ദ മേഖലകളാണ്. ഏതൊക്കെയാണ് ആഗോള മർദ്ദ മേഖലകൾ എന്ന് നമ്മൾ കണ്ടു. എങ്ങനെയൊക്കെയാണ് ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നമ്മൾ കണ്ടു. പിന്നെ ഇത് നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, നമ്മുടെ ഭൂമധ്യരേഖ വരുന്ന അക്ഷാംശത്തിലുള്ള ഒരു മർദ്ദ മേഖലയാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണ് നമ്മൾ പറഞ്ഞത്? കാറ്റുകളില്ലാത്ത മേഖല എന്ന രീതിയിൽ നീർവാത മേഖല എന്നൊരു പേരുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. നീർവാത മേഖല എന്ന പേരുണ്ട് നമ്മൾ പറഞ്ഞു. പണ്ട് പായ്ക്കപ്പലുകളിലൊക്കെ സഞ്ചരിച്ചിരുന്ന യാത്രക്കാര് ഭയപ്പെട്ടിരുന്ന ഒരു മേഖലയാണ് ഈ പറഞ്ഞ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഇതാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞത്. കുതിര അക്ഷാംശം, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന മേഖലയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. വർഷം മുഴുവനും കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത്. ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ വർഷം മുഴുവനും കൊടും തണുപ്പ് അനുഭവപ്പെടും. അങ്ങനെ നമ്മൾ ആഗോള മർദ്ദ മേഖലകൾക്ക് ശേഷം പിന്നീട് വന്നത് കാറ്റുകളെ കുറിച്ച് പഠിക്കാനാണ്. എങ്ങനെയാണ് ഇത്തരത്തിൽ ആഗോള മർദ്ദ മേഖലകൾ രൂപപ്പെട്ടതിന് കാരണം അന്തരീക്ഷത്തിലെ മർദ്ദ വ്യത്യാസമാണല്ലോ. അപ്പൊ ഈ ഒരു മർദ്ദ വ്യത്യാസത്തിന് കാരണം എന്ന് പറയുന്നത് വായുവിന്റെ ചലനമാണ്. അപ്പൊ 2 തരത്തിലുള്ള വായു ചലനങ്ങളുണ്ട്. ഒന്ന് ലംബ ദിശയിലും മറ്റൊന്ന് തിരശ്ചീന ദിശയിലും. ലംബ ദിശയിലുള്ളതിനെ നമ്മൾ വായുപ്രവാഹങ്ങൾ എന്ന് പറയുന്നു. വായുപ്രവാഹങ്ങൾ, എയർ കറൻസ് എന്ന് പറയുന്നു. തിരശ്ചീന ദിശയിൽ ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്കുള്ള വായുവിന്റെ ചലനത്തെ കാറ്റ് എന്നും പറയുന്നു. കാറ്റ്. അപ്പൊ 2 തരത്തിലാണ് വായു ചലനങ്ങൾ ഉള്ളത്. ഏതൊക്കെയാണ്? വായുപ്രവാഹങ്ങളും കാറ്റും. അതുപോലെ നമ്മൾ പറഞ്ഞിരുന്നു, കാറ്റ് എന്നത് തീവ്രമായിട്ടും ലളിതമായിട്ടുമുള്ള രീതിയിലൊക്കെ ഉണ്ട്. അവ എങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, എങ്ങനെയൊക്കെ പേര് വന്നിരിക്കുന്നു എന്നതൊക്കെ നമ്മൾ ഇനി കാണാനുണ്ട്. അപ്പൊ 2 തരത്തിലുള്ള വായു ചലനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി. വായു പ്രവാഹങ്ങൾ, ലംബ ദിശയിലുണ്ടാകുന്ന വായുവിന്റെ ചലനത്തെ നമ്മൾ വായു പ്രവാഹങ്ങൾ എന്നും, തിരശ്ചീന ദിശയിലുള്ള അതായത് ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്കുള്ള വായുവിന്റെ ചലനത്തെയാണ് നമ്മൾ കാറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പേര് എങ്ങനെ വന്നു എന്നുള്ളത് എവിടെ നിന്ന് കാറ്റ് വീശുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറ് നിന്ന് വീശുന്ന കാറ്റാണെങ്കിൽ ആ കാറ്റിനെ തെക്കു പടിഞ്ഞാറൻ കാറ്റെന്ന് പറയുന്നു. അതുപോലെ കടലിൽ നിന്ന് വീശുന്ന കാറ്റുകളെ, കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റുകളെ കടൽ കാറ്റ് എന്നുമാണ് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് പേര് വരുന്നത്. നമ്മുടെ മൺസൂൺ കാറ്റുകളുടെയൊക്കെ പേരങ്ങനെയല്ലേ വന്നിട്ടുള്ളത്? വടക്ക് കിഴക്കൻ മൺസൂൺ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നൊക്കെ. അപ്പൊ എവിടെ നിന്ന് കാറ്റ് വീശുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് കാറ്റുകൾക്ക് പേര് നൽകിയിട്ടുള്ളത്. പിന്നെ കാറ്റിന്റെ വേഗതയെയും ശക്തിയെയും ഒക്കെ പ്രധാനമായും സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് കോറിയോലിസിസ് ബലാണ്. കോറിയോലിസിസ് ബലം, കാറ്റിന്റെ ദിശയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം കോറിയോലിസ് ബലമാണ്. കോറിയോലിസ് ബലം, മർദ്ദ ചരിവ് ബലം, ഘർഷണം ഇവയെല്ലാം തന്നെ കാറ്റിന്റെ വേഗതയെയും ശക്തിയെയും ഒക്കെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ എന്താണ് കോറിയോലിസ് ബലം അല്ലെങ്കിൽ കോറിയോലിസ് പ്രഭാവം എന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. ഈ കോറിയോലിസ് പ്രഭാവം മൂലം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാര ദിശയുടെ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടുമായിട്ട് വ്യതിചലിക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ കാറ്റുകളുടെ ദിശ പോലും മാറുന്നതിനായിട്ട് പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ് കോറിയോലിസ് പ്രഭാവം എന്നത്. കോറിയോലിസ് പ്രഭാവം കാരണം കാറ്റിന്റെ ദിശ മാറുന്നു. എങ്ങനെ? ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റിന്റെ ദിശയിൽ നിന്ന്, കാറ്റ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അവിടെ നിന്ന് വലത്തോട്ട്, കാറ്റിന്റെ ദിശയിൽ നിന്നും വലത്തോട്ട് പോകുന്നു. ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ കാറ്റിന്റെ ദിശയിൽ നിന്നും ഇടത്തോട്ടേക്കാണ് പോകുന്നത്. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കണം, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചേക്കാം. നമ്മളിപ്പോ പറഞ്ഞതുപോലെ കോറിയോലിസ് പ്രഭാവം മാത്രമല്ല, കാറ്റിന്റെ വേഗതയെയും ശക്തിയെയും ഒക്കെ സ്വാധീനിക്കുന്ന മറ്റ് 2 ഘടകങ്ങളാണ് മർദ്ദ ചരിവ് ബലം, പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ്, അതുപോലെ ഘർഷണ ബലം, ഫ്രിക്ഷണൽ ഫോഴ്സ്. എന്താണ് മർദ്ദ ചരിവ് എന്ന് ചോദിച്ചാൽ,
തിരശ്ചീന തലത്തിൽ മർദ്ദത്തിന്റെ അളവിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് മർദ്ദചരിവ്. തിരശ്ചീന തലത്തിൽ മർദ്ദത്തിന്റെ അളവിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് മർദ്ദചരിവ്. മർദ്ദവ്യത്യാസം മൂലം ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ന്യൂനമർദ്ദ മേഖലകളിലേക്ക് വായുവിന്റെ ചലനം സാധ്യമാക്കുന്ന ബലമാണ് മർദ്ദചരിവു ബലം. തിരശ്ചീന തലത്തിൽ മർദ്ദത്തിന്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസമാണ് മർദ്ദചരിവ് എന്ന് പറയുന്നത്. ഈ മർദ്ദവ്യത്യാസം, ഇവിടെ മർദ്ദവ്യത്യാസം സംഭവിക്കുന്നു നമ്മൾ പറഞ്ഞു. ഈ ഒരു മർദ്ദവ്യത്യാസം കാരണം ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ന്യൂനമർദ്ദ മേഖലകളിലേക്കുള്ള വായുവിന്റെ ചലനം സാധ്യമാക്കുന്ന ബലത്തിനെയാണ് മർദ്ദചരിവ് ബലം എന്ന് പറയുന്നത്. മർദ്ദചരിവ് ബലം. ഇനി ഇതെങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് വെച്ചാൽ, അടുത്തടുത്ത സ്ഥലങ്ങൾ തമ്മിൽ കാര്യമായ മർദ്ദവ്യത്യാസമാണ് ഉള്ളത് എങ്കിൽ മർദ്ദചരിവ് കൂടുതലാണ് എന്ന് കണക്കാക്കും. അടുത്തടുത്ത സ്ഥലങ്ങൾ തമ്മിൽ കാര്യമായിട്ടുള്ള മർദ്ദവ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ മർദ്ദചരിവ് കൂടുതലായിരിക്കും. തിരശ്ചീന തലത്തിൽ മർദ്ദത്തിൽ കാര്യമായ വ്യത്യാസം ഇല്ല എങ്കിൽ മർദ്ദചരിവ് കുറവാണ് എന്നുമാണ് കണക്കാക്കുന്നത്. തിരശ്ചീന തലത്തിൽ മർദ്ദത്തിൽ കാര്യമായ വ്യത്യാസം ഇല്ലെങ്കിൽ മർദ്ദചരിവ് കുറവായിരിക്കും. ക്ലിയർ ആണോ? മർദ്ദചരിവ് കൂടിയ സ്ഥലങ്ങളിൽ അപ്പൊ എന്തായിരിക്കും? കാറ്റ് ശക്തമായിട്ടായിരിക്കും വരുന്നത്. മർദ്ദചരിവ്, മർദ്ദവ്യത്യാസം കൂടുതലുള്ള സ്ഥലത്ത് മർദ്ദചരിവ് കൂടുതലായിരിക്കും. അവിടെ കാറ്റ് ശക്തമായിരിക്കും. മർദ്ദചരിവ് കൂടിയ ഇടങ്ങളിൽ കാറ്റ് ശക്തമായിരിക്കും. അടുത്തടുത്ത സ്ഥലങ്ങൾ തമ്മിൽ കാര്യമായ മർദ്ദവ്യത്യാസമാണ് ഉള്ളതെങ്കിൽ മർദ്ദചരിവ് കൂടുതലും, അതുപോലെ കാര്യമായ മർദ്ദവ്യത്യാസം ഇല്ലെങ്കിൽ മർദ്ദചരിവ് കുറവുമായിരിക്കും. മർദ്ദചരിവ് കൂടിയ ഇടങ്ങളിൽ കാറ്റ് ശക്തമായിരിക്കും. ഇനി കാറ്റിന്റെ യാത്രയെ, കാറ്റിന്റെ സുഗമമായ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്ന മറ്റൊന്നാണ് ഘർഷണം എന്ന് പറയുന്നത്, ഫ്രിക്ഷൻ. കുന്നുകൾ, മലകൾ, വനങ്ങൾ, മനുഷ്യനിർമ്മിതികൾ തുടങ്ങിയവയൊക്കെ ഉയർത്തുന്ന ഒരു ഘർഷണമുണ്ട്. ഈ ഘർഷണം അഥവാ ഫ്രിക്ഷൻ കാറ്റിന്റെ സുഗമമായ സഞ്ചാരത്തെയാണ് തടസ്സപ്പെടുത്തുന്നത്. അപ്പൊ കാറ്റിന്റെ സഞ്ചാരത്തെയും ശക്തിയെയും ഒക്കെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കോറിയോലിസ് ബലം, മർദ്ദചരിവ് ബലം, ഘർഷണം എന്നിവയൊക്കെ. അപ്പൊ ഇത്തരത്തിലാണ് കാറ്റുകൾ വീശുന്നത്. കാറ്റിന്റെ സഞ്ചാരപാതയെയും കാറ്റിന്റെ ശക്തിയെയും വേഗതയെയും ഒക്കെ സ്വാധീനിക്കുന്ന ഘടകങ്ങളൊക്കെ കണ്ടു. ഇത്തരത്തിൽ കാറ്റിന്റെ വേഗതയൊക്കെ അളക്കുന്നതിനായിട്ട് ഉപകരണമുണ്ട്. എന്താണ്? മർദ്ദവ്യത്യാസം അളക്കുന്നതിനുള്ള ഉപകരണം നമ്മൾ നേരത്തെ കണ്ടിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണമാണ്. എന്താണ്? അനിമോമീറ്റർ ആണ്. അനിമോമീറ്റർ. ഇത് നേരത്തെ PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. അനിമോമീറ്റർ. മണിക്കൂറിൽ എത്ര കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നത് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. ഇവിടെ മറ്റൊന്നുണ്ട്, വിൻഡ് വെയിൻ എന്നത്. എന്താണ്? കാറ്റിന്റെ ദിശ സൂചിപ്പിക്കുന്ന ഉപകരണമാണ് വിൻഡ് വെയിൻ എന്നത്. വിൻഡ് വെയിൻ. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. അനിമോമീറ്റർ. കാറ്റിന്റെ വേഗത അളക്കുന്നത് അനിമോമീറ്ററും കാറ്റിന്റെ ദിശ സൂചിപ്പിക്കുന്ന ഉപകരണം വിൻഡ് വെയിനുമാണ്. വിൻഡ് വെയിൻ. ഇവിടെ ഈ പിക്ചറിൽ ഈ നൽകിയിരിക്കുന്നതാണ് അനിമോമീറ്ററും അതുപോലെ വിൻഡ് വെയിനും. വിൻഡ് വെയിനിൽ ഇവിടെ കണ്ടോ, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത് എന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് വെച്ചിട്ട് ഏത് ഭാഗത്തേക്കാണോ ഈ ഒരു സൂചകം നിൽക്കുന്നത് അതിനനുസരിച്ചാണ് ഏത് ദിക്കാണ് എന്ന് കണ്ടുപിടിക്കുന്നത്. കാറ്റിന്റെ ദിശ സൂചിപ്പിക്കുന്നതിനായിട്ട് വിൻഡ് വെയിൻ. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ഉപകരണം സഞ്ചരിക്കുന്നതിനനുസരിച്ച് അതിന്റെ സ്പീഡ് അനുസരിച്ച് കാറ്റിന്റെ സ്പീഡ് എത്രയാണ് എന്ന് അളക്കാൻ കഴിയും. ഇതാണ് അനിമോമീറ്റർ. ഓക്കെ അല്ലേ? അങ്ങനെ കാറ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, കാറ്റിന്റെ വേഗത, ദിശ, ഇതൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അടുത്തത് കാറ്റ് എത്ര തരം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. എത്ര തരമാണ്? പ്രധാനമായും നമുക്ക് 4 തരത്തിലാണ് പഠിക്കാനുള്ളത്. സ്ഥിരവാദങ്ങൾ, കാലികവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ. ഇങ്ങനെ 4 തരത്തിലാണ് കാറ്റ് വരുന്നത്. ഇവയെ ഓരോന്നിനെയും വിശദമായി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സ്ഥിരവാദങ്ങൾ. അതിരിക്കട്ടെ, കാറ്റിനെ കുറിച്ചുള്ള പഠനശാഖ ഏതാണ്? കാറ്റിനെ കുറിച്ചുള്ള പഠനശാഖയാണ് അനിമോളജി എന്നത് കേട്ടോ. അനിമോളജി. ഇനി സ്ഥിരവാദങ്ങൾ. എന്താണ് സ്ഥിരവാദങ്ങൾ? ഈ സ്ഥിരവാദങ്ങൾക്ക് ആഗോളവാദങ്ങൾ എന്നുകൂടി ഒരു പേരുണ്ട്. ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകളാണ് ഈ പറഞ്ഞ സ്ഥിരവാദങ്ങൾ എന്നുള്ളത്. നോക്കാം. വർഷം മുഴുവൻ ഒരു നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളാണ് സ്ഥിരവാദങ്ങൾ. വർഷം മുഴുവൻ ഒരു നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളാണ് സ്ഥിരവാദങ്ങൾ.
നിരന്തരവാദങ്ങൾ, ആഗോളവാദങ്ങൾ എന്നീ പേരുകളിലും സ്ഥിരവാദങ്ങൾ അറിയപ്പെടുന്നു. സ്ഥിരവാദങ്ങൾ ആഗോളമർദ്ദ മേഖലകൾക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകളാണ്. ഇത് നിരന്തരവാദങ്ങൾ, ആഗോളവാദങ്ങൾ, പ്ലാനറ്ററി വിൻസ് എന്നും അറിയപ്പെടുന്നു. ആഗോളമർദ്ദ മേഖലകൾക്കിടയിലാണ് ഈ കാറ്റുകൾ വീശുന്നത്. വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവവാദങ്ങൾ എന്നിവയാണ് പ്രധാനപ്പെട്ട സ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത്. ആ വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവവാദങ്ങളാണ് സ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണം. ഇവിടെ ഈ ഒരു മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും എങ്ങനെയാണ് കാറ്റുകളുടെ ദിശ വരുന്നത്, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നതെന്നൊക്കെ. ആദ്യം ഇവിടെ നോക്കാം. ഭൂമധ്യരേഖാ പ്രദേശം നീർവാത മേഖലയാണ്. ഇവിടെ വായു സഞ്ചാരമില്ല. തൊട്ടു താഴെ വാണിജ്യവാദങ്ങൾ, അതുപോലെ തൊട്ടു മുകളിലായിട്ടും വാണിജ്യവാദങ്ങൾ കാണാം. എന്താണ് വാണിജ്യവാദങ്ങൾ അല്ലെങ്കിൽ ട്രേഡ് വിൻസ് എന്ന് ചോദിച്ചാൽ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന്, ഇതല്ലേ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, അത് മറ്റേ മാപ്പ് നമുക്ക് മൈൻഡിൽ ഉണ്ടാവണം കേട്ടോ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് നിരന്തരം വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത്. വാണിജ്യവാദങ്ങൾ ഇവയുടെ ദിശ മാറിയത് എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൊറിയോലിസ് പ്രഭാവം കൊണ്ടാണ്, കൊറിയോലിസ് ബലം കൊണ്ടാണ് ഇത്തരത്തിൽ ദിശ മാറുന്നത്. ഏത് ദിശയിലാണോ സഞ്ചരിക്കുന്നത് അവിടെ നിന്ന് ഇടത്തോട്ടേക്കായിരിക്കും കാറ്റുകളുടെ സഞ്ചാര ദിശ. തെക്ക് ഭാഗത്ത് സദേൺ ഹെമിസ്ഫിയറിൽ ഉണ്ടാവുന്നത്. നോർത്ത് ഭാഗത്ത് എവിടെ നിന്നാണോ സഞ്ചരിക്കുന്നത് അവിടെ നിന്ന് വലത്ത് ഭാഗത്തേക്കായിരിക്കും കാറ്റിന്റെ സഞ്ചാരദിശ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ വാണിജ്യവാദങ്ങൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള നിരന്തരമായി വീശുന്ന കാറ്റുകളാണ്. ഇനി ഇവിടെ നോക്കിക്കേ, ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്ന കാറ്റുകളാണ് ഈ പറഞ്ഞ വടക്ക് കിഴക്ക് ദിശ. എവിടെ നിന്ന് വീശുന്നു എന്നുള്ളതാണ് കേട്ടോ പേര് വരാൻ കാരണം. ഇവ എന്താണ്? വടക്ക് കിഴക്ക് ദിശയിൽ നിന്നാണ് വീശുന്നത്. അതുകൊണ്ടാണ് ഇവക്ക് വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്ന് പേര് വന്നിട്ടുള്ളത്. ഇനി ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് നോക്കുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ തെക്ക് കിഴക്ക് നിന്നാണ് വരുന്നത് കാറ്റുകൾ. അപ്പൊ അതുകൊണ്ട് എന്താണ് ദക്ഷിണാർദ്ധഗോളത്തിൽ തെക്ക് കിഴക്ക് ദിശയിൽ നിന്നും വീശുന്ന വാണിജ്യവാദങ്ങൾ അറിയപ്പെടുന്ന പേരാണ് തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തെ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തെ വാണിജ്യവാദങ്ങൾ എന്ന് ഈ ഒരു കാറ്റിനെ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഈ കാറ്റുകൾ വ്യാപാരത്തിനായിട്ട് പായ്ക്കപ്പലുകളിൽ യാത്ര ചെയ്തിരുന്ന വ്യാപാരികൾക്ക് സഹായകമായിരുന്നു. അതുകൊണ്ടാണ് വാണിജ്യവാദങ്ങൾ എന്നൊരു പേര് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ പായ്ക്കപ്പലുകളിലെ വ്യാപാരത്തിനായി വന്നിരുന്ന വ്യാപാരികൾക്ക് സഹായകമായ കാറ്റുകളായതുകൊണ്ടാണ് വാണിജ്യവാദങ്ങൾ എന്ന പേര്. അവ എവിടെ നിന്ന് വരുന്നു എന്ന രീതിയിലാണ് വടക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്ന് ഉത്തരാർദ്ധഗോളത്തിലും തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്ന് ദക്ഷിണാർദ്ധഗോളത്തിലും പേര് നൽകിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവയുടെ ഒരു സംഗമ മേഖല ഉണ്ടാവില്ലേ? രണ്ട് അർദ്ധഗോളങ്ങളിൽ നിന്നും വീശുന്ന വാണിജ്യവാദങ്ങളുടെ സംഗമ മേഖലയാണ് ITCZ, ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് അറിയപ്പെടുന്നത്. നമുക്ക് താഴെ പഠിക്കാനുണ്ട് കേട്ടോ. അത് ആ പേരൊക്കെ നമ്മൾ താഴെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഈ ഒരു സംഗമ മേഖലയാണ് നമ്മൾ ITCZ എന്ന് പറയുന്നത്. ITCZ, ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് പറയുന്നത്. ഇനി പശ്ചിമവാദങ്ങൾ നോക്കാം. പശ്ചിമവാദങ്ങൾ എവിടെ നിന്ന് എവിടേക്കാണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് നിരന്തരം വീശുന്ന കാറ്റുകളെ പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നു. ഈ പശ്ചിമവാദങ്ങളില് ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാദങ്ങളുടെ ശക്തി ഉത്തരാർദ്ധഗോളത്തിനേക്കാൾ കൂടുതലായിരിക്കും. ദക്ഷിണാർദ്ധഗോളത്തിലാണ് പശ്ചിമവാദങ്ങളുടെ ശക്തി കൂടുതൽ. എന്തുകൊണ്ടാ? ദക്ഷിണാർദ്ധഗോളത്തില് കൂടുതലും സമുദ്രങ്ങളാണ്. അതുകൊണ്ടാണ് ഇവിടെ കാറ്റുകളുടെ വേഗം കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ പശ്ചിമവാദങ്ങൾ ഏറ്റവും കൂടുതൽ ശക്തിയായി വീശുന്നത് ദക്ഷിണാർദ്ധഗോളത്തിലാണ് ഉത്തരാർദ്ധഗോളത്തിനെ അപേക്ഷിച്ച്. ഇനി ധ്രുവീയ പൂർവവാദങ്ങൾ പോളാർ ഈസ്റ്റർലീസിൽ വരുമ്പോൾ ധ്രുവങ്ങളിലെ മഞ്ഞുറഞ്ഞ മേഖലകളിൽ നിന്ന് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിലേക്ക് വീശുന്ന ഹിമക്കാറ്റുകളാണ് ധ്രുവീയ വാദങ്ങൾ എന്ന് പറയുന്നത്. ധ്രുവീയ വാദങ്ങൾ കോറിയോലിസ് പ്രഭാവം കാരണം ഈ ഒരു ബലം കൊണ്ട് ധ്രുവീയ വാദങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് നിന്നാണ് വീശുന്നത്. കിഴക്ക് നിന്നാണ് വീശുന്നത്. കോറിയോലിസ് ബലം കാരണം ധ്രുവീയ വാദങ്ങൾ
അർദ്ധഗോളങ്ങൾ, ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും കിഴക്ക് നിന്നാണ് വീശുന്നത്. കിഴക്ക് നിന്ന് വീശുന്നത് കൊണ്ടാണ് ധ്രുവീയ വാദങ്ങൾക്ക് ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്ന ഒരു പേര് നൽകിയിട്ടുള്ളത്. ധ്രുവീയ പൂർവ്വവാദങ്ങൾ. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ആഗോള വാദങ്ങൾ എന്ന് പറയുന്നത്. ആഗോളവാദങ്ങൾ. ഇപ്പൊ നമ്മൾ നീർവാദ മേഖല എന്താന്ന് മനസ്സിലാക്കി, വാണിജ്യവാദങ്ങൾ കണ്ടു, പശ്ചിമവാദങ്ങൾ, അതുപോലെ ധ്രുവീയ വാദങ്ങളെ കുറിച്ചും മനസ്സിലാക്കി. ക്ലിയർ അല്ലേ? ഇതിവിടെ നമുക്ക് തന്നിട്ടുണ്ട് ITCZ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ITCZ എന്തായിരുന്നു? അർദ്ധഗോളങ്ങളിൽ നിന്നും വീശുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മേഖലയാണ് ITCZ എന്ന് പറയുന്നത്. ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ. എന്താണ്? ഉത്തര ദക്ഷിണാർദ്ധഗോളങ്ങളിൽ നിന്നുള്ള വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ പ്രദേശത്തെ ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്ന് വിളിക്കുന്നു. ഈ ITCZ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ സൂര്യന്റെ അയനത്തിനനുസരിച്ച് ITCZന്റെ സ്ഥാനത്തിനും മാറ്റം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ മാറ്റം ഉണ്ടാകുന്നുണ്ട് സൂര്യന്റെ അയനത്തിനനുസരിച്ച് ഈ പറഞ്ഞ ആഗോള മർദ്ദ മേഖല എന്ന്. അപ്പൊ അതുപോലെ ITCZനും മാറ്റം ഉണ്ടാകുന്നുണ്ട്. അടുത്ത വിഭാഗമാണ് കാറ്റുകളിൽ രണ്ടാമത്തെ വിഭാഗമാണ് കാലിക വാദങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് പ്രധാനമായും കാലിക വാദങ്ങൾ എന്ന് ചോദിച്ചാൽ, ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശയ്ക്ക് വ്യത്യാസം ഉണ്ടാകുന്ന കാറ്റുകളെ നമ്മൾ പൊതുവെ കാലികവാദങ്ങൾ എന്ന് പറയും. കാലികവാദങ്ങൾ നിശ്ചിത ഇടവേളകളിൽ വിപരീത ദിശയിലേക്ക് ഗതി മാറുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ. നിശ്ചിത ഇടവേളകളിൽ വിപരീത ദിശയിലേക്ക് ഗതി മാറ്റുന്ന കാറ്റുകളെ കാലികവാദങ്ങൾ എന്ന് പറയുന്നു. ദൈനംദിനം ആവർത്തിക്കുന്ന പ്രാദേശിക വാദങ്ങളായ കടൽക്കാറ്റ്, കരക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ് എന്നിവയും ഉഷ്ണശൈത്യകാലങ്ങളിൽ ഉണ്ടാകുന്ന മൺസൂൺ കാറ്റുകളും കാലികവാദങ്ങളിൽ ഉൾപ്പെടുന്നു. ഇവിടെ ഈ പറഞ്ഞ കാലികവാദങ്ങളുടെ ഉദാഹരണങ്ങൾ കടൽക്കാറ്റ്, കരക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്, അതുപോലെ മൺസൂൺ കാറ്റുകൾ, ഇവയെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കണം. കടൽക്കാറ്റ്, കരക്കാറ്റ് എന്നിവയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ, കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും ആദ്യം, ദെൻ നമുക്ക് മൺസൂൺ കാറ്റുകളെ കുറിച്ച് പഠിക്കാം. ഓക്കെ, പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും. സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയർന്ന പർവ്വത മേഖലകളിൽ അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും. പകൽ സമയത്ത് പർവ്വത ചരിവുകളിലെ വായു ചൂടുപിടിച്ച് ഉയരുന്നു. പകൽ സമയത്ത് പർവ്വത ചരിവുകളിലെ വായു ചൂടുപിടിച്ച് ഉയരുന്നു. അവിടെ ഉണ്ടാകുന്ന വായുവിന്റെ കുറവ് നികത്തുന്നതിനായി താഴ്വരകളിൽ നിന്നും കാറ്റ് വീശുന്നതിനെ വിളിക്കുന്നത് താഴ്വരക്കാറ്റ് എന്നാണ്. താഴ്വരക്കാറ്റ്. ഇനി രാത്രികാലങ്ങളിൽ പർവ്വത ചരിവുകളിലെ വായു തണുക്കുകയും തണുത്ത വായുവിന് എന്താണ്? ഭാരം കൂടുതലാണ്. അങ്ങനെ ഭാരം കൂടുതലായതിനാൽ ഇവ താഴ്വാരത്തേക്കും വീശുന്നു. ഇതാണ് പർവ്വതക്കാറ്റ്, മൗണ്ടെയിൻ ബ്രീസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. രാത്രികാലങ്ങളിൽ പർവ്വതച്ചരിവിലെ വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നതാണ് പർവ്വതക്കാറ്റ് എന്ന് പറയുന്നത്. പകൽ സൂര്യതാപമേറ്റ് പർവ്വതച്ചരിവിലെ വായു വികസിച്ചുയരുന്നത് താഴ്വരയിൽ നിന്നും പർവ്വത മുകളിലേക്ക് വീശുന്ന കാറ്റിന് കാരണമാകുന്നു. ഇതാണ് താഴ്വരക്കാറ്റ്. ക്ലിയർ ആണോ ഇത്? പകൽ സമയത്ത് താഴ്വരക്കാറ്റാണ്, അതുപോലെ രാത്രി സമയത്ത് പർവ്വതക്കാറ്റാണ്. രാത്രി സമയത്ത് പർവ്വത ചരിവിലെ വായു തണുത്ത് താഴേക്ക് വീശുന്നു, അതിനെ പർവ്വതക്കാറ്റ് എന്ന് പറയുന്നു. പകൽ സമയത്ത് സൂര്യതാപം ഏറ്റിട്ട് എങ്ങനെയാണ്? പകൽ സമയത്ത് ചൂട് കൂടുതലായതുകൊണ്ട് പർവ്വത ചരിവിലെ വായു മുകളിലേക്ക് പൊങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെ വീശുന്ന കാറ്റിനെ താഴ്വരക്കാറ്റ് എന്നുമാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി മൺസൂൺ കാറ്റുകൾ. എന്താണ് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്? മൺസൂൺ കാറ്റുകൾ പൊതുവെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാറ്റുകൾക്ക് ഉദാഹരണം. ഋതുക്കളിൽ ഇവ ആവർത്തിച്ചു വരുന്നുണ്ട്. ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാറ്റുകൾക്ക് ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ. ഈ പദം മൺസൂൺ എന്ന പദം എവിടെ നിന്നാണ്? നമ്മൾ SCRT തന്നെ പഠിച്ചിട്ടുണ്ട്. മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് വന്നിട്ടുള്ളത്. ഈ മൗസിം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഋതു എന്നാണ്, ഋതുക്കൾ എന്നാണ്. ഓക്കെ, അപ്പൊ മൺസൂൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? കാലത്തെ ഒത്ത് ദിശ മാറുന്ന കാറ്റുകൾ എന്ന് തന്നെയാണ്. ഓക്കെ, കാറ്റിന്റെ കാലികമായ ദിശാവ്യതിയാനമാണ് മൺസൂൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യൻ വൻകര, പ്രത്യേകിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡം വൻതോതിൽ ചൂട് പിടിക്കുന്നതിനാൽ ശക്തമായ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. താരതമ്യേന ഉയർന്ന മർദ്ദമുള്ള ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും മർദ്ദം കുറഞ്ഞ വൻകര ഭാഗത്തേക്ക് കാറ്റ് വീശുന്നു.
കോറിയോലിസ് പ്രഭാവത്താൽ തെക്കു പടിഞ്ഞാറ് നിന്നും വീശുന്ന ഈ കാറ്റുകൾ കരയിൽ പ്രവേശിക്കുന്നതോടെ പലയിടങ്ങളിലും വ്യാപകമായി മഴ ലഭിക്കുന്നു. ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യൻ വൻകര, പ്രത്യേകിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡം വൻതോതിൽ ചൂടുപിടിക്കുകയും ശക്തമായിട്ടുള്ള ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ താരതമ്യേന ഉയർന്ന മർദ്ദമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇവിടെ അപേക്ഷിച്ച് ഉയർന്ന മർദ്ദമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് മർദ്ദം കുറഞ്ഞ വൻകരയുടെ ഭാഗത്തേക്ക് കാറ്റ് വീശുകയാണ് ഉണ്ടാകുന്നത്. ഈ കാറ്റുകൾ കോറിയോലിസ് പ്രഭാവത്താൽ തെക്ക് പടിഞ്ഞാറ് നിന്നുമാണ് വീശുന്നത്. ഈ കാറ്റുകൾ കരയിൽ പ്രവേശിക്കുന്നതോടെയാണ് നമ്മുടെ കരയിലെ മിക്ക ഭാഗങ്ങളിലും നല്ല രീതിയിലുള്ള വ്യാപകമായ മഴ ലഭിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. ഇനി വടക്ക് കിഴക്കൻ മൺസൂണുകൾ എന്താണെന്ന് നോക്കാം. ശൈത്യകാലത്ത് ഉത്തര വൻകര ഭാഗങ്ങൾ കൊടും ശൈത്യത്തിന്റെ പിടിയിലമരുന്നതിനാൽ ഉത്തരേന്ത്യക്ക് മുകളിൽ ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. ഇതിനാൽ കരയിൽ നിന്നും ഇന്ത്യൻ സമുദ്രത്തിലേക്ക് വടക്കു കിഴക്ക് ദിശയിൽ നിന്നും തുടർച്ചയായി കാറ്റ് വീശുന്നു. പൊതുവെ ഈർപ്പരഹിതമായ ഈ കാറ്റുകളെ വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ, നോർത്ത് വെസ്റ്റ് മൺസൂൺ എന്നാണ് വിളിക്കുന്നത്. ശൈത്യകാലത്ത് ഈ പിക്ചർ നോക്കിയാൽ കുറച്ചുകൂടെ മനസ്സിലാവും. ശൈത്യകാലത്ത് നമ്മുടെ ദക്ഷിണേന്ത്യ ഉൾപ്പെടെയുള്ള ഈ ഒരു ഉത്തര വൻകര ഭാഗങ്ങളിൽ കൊടും ശൈത്യമായിരിക്കും അനുഭവപ്പെടുന്നത്. ആ സമയത്ത് ഉത്തരേന്ത്യക്ക് മുകളിൽ ഏത് തരത്തിലുള്ള മർദ്ദമായിരിക്കും അനുഭവപ്പെടുക? ഉത്തരേന്ത്യക്ക് മുകളിൽ ഉച്ചമർദ്ദമായിരിക്കും അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് എന്താണ്, കരയിൽ നിന്നും ഇന്ത്യൻ സമുദ്രത്തിലേക്ക് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നുമാണ് കാറ്റുകൾ വീശുന്നത്. ഇത്തരത്തിൽ തുടർച്ചയായി കാറ്റ് വീശുമ്പോൾ ഇവ ഈർപ്പരഹിതവുമാണ്. ഇത്തരത്തിലുള്ള കാറ്റുകളെയാണ് വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ശൈത്യകാലത്ത് വീശുന്ന കാറ്റുകളെ നമ്മൾ വടക്ക് കിഴക്കൻ മൺസൂൺ എന്നാണ് പറയുന്നത്. ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂണും വടക്കു കിഴക്കൻ മൺസൂണും. ക്ലിയർ അല്ലേ? അടുത്തത് പ്രാദേശിക വാദങ്ങളാണ്. താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പൊതുവെ പ്രാദേശിക വാദങ്ങൾ എന്ന് പറയുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളെയാണ് പ്രാദേശികവാദങ്ങൾ അല്ലെങ്കിൽ ലോക്കൽ വിൻസ് എന്ന് പറയുന്നത്. പ്രാദേശികവാദങ്ങളിൽ ഏറെയും തന്നെ കാലികമാണ്. കാലികവാദങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശയ്ക്ക് വ്യത്യാസം ഉണ്ടാകുന്ന തരത്തിലുള്ള കാറ്റുകളെ നമ്മൾ കാലികവാദങ്ങൾ എന്ന് പറയുന്നു. സീസണൽ വിൻസ്. അപ്പോൾ പ്രാദേശികവാദങ്ങളിൽ മിക്കവയും തന്നെ എന്താണ്? സീസണൽ വിൻസ് ആണ്, കാലികവാദങ്ങളാണ്. അതത് പ്രാദേശിക നാമങ്ങളിലാണ് ഈ കാറ്റുകളെല്ലാം അറിയപ്പെടുന്നതും. അപ്പൊ ഇവയെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാം. ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. PSC PYQ ആണ്. ഓരോ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. എവിടെ വീശുന്നതാണ്, അതുപോലെ ഈ പ്രാദേശികവാദങ്ങളുടെ പേര് തന്നിട്ട് ഡീറ്റെയിൽസ് ചോദിക്കാം. ഡീറ്റെയിൽസ് തന്ന ശേഷം ഏത് പ്രാദേശികവാദത്തെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് എന്ന രീതിയിലും ചോദിച്ചേക്കാം. ഇത് കുറച്ചേ ഇവിടെ തന്നിട്ടുള്ളൂ, ഇത്രയല്ല, ഒരുപാട് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ ഒരുപാട് കിട്ടും. അപ്പോൾ അവർക്ക് പഠിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ പ്രാദേശികവാദങ്ങൾ, അവ വീശുന്ന പ്രദേശം, സവിശേഷതകൾ എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഒന്നാമത് ലൂ ആണ്. ഉത്തരേന്ത്യൻ സമതലമാണ് പ്രധാനമായും ഈ ഒരു ലൂ എന്ന പ്രാദേശിക കാറ്റ് വീശുന്ന സ്ഥലം. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ എന്നത്. ലൂ ഉഷ്ണക്കാറ്റ് രൂപം കൊള്ളുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ് കേട്ടോ. രാജസ്ഥാനിലാണ് ലൂ ഉഷ്ണക്കാറ്റ് രൂപം കൊള്ളുന്നത്. ഉഷ്ണക്കാറ്റാണ് എന്നത് ശ്രദ്ധിക്കണം. ഉത്തരേന്ത്യൻ സമതലമാണ്, രാജസ്ഥാനിലാണ് ലൂ എന്ന പ്രാദേശികവാദം. അടുത്തത് ചിനൂക്കാണ്. ചിനൂക്ക് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതച്ചരിവിലൂടെ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് എന്നത്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതച്ചരിവിലൂടെ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. ഈ ഒരു കാറ്റിന്റെ ഫലമായിട്ട്, ചിനൂക്ക് കാറ്റിന്റെ ഫലമായിട്ട് റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചരിവിലെ മഞ്ഞുരുകി മാറുന്ന ഒരു പ്രതിഭാസം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിനൂക്ക് കാറ്റിനെ മഞ്ഞുതീനി എന്നൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ.
ശൈത്യത്തിന്റെ ഒരു കാഠിന്യം കുറയ്ക്കുന്നുണ്ട് ഈ ഒരു ചിനൂക്ക് കാറ്റ്. അതുകൊണ്ട് തന്നെ കനേഡിയൻ സമതലങ്ങളിൽ ഗോതമ്പ് കൃഷിക്ക് ഏറെ പ്രയോജനകരമായ കാറ്റുകളാണ് ചിനൂക്ക് കാറ്റുകൾ. ചിനൂക്ക് കാറ്റുകൾ ഓക്കെ അല്ലേ? ഇനി ഫോൻ. എന്താണ് ഫോൻ? ഫോൻ എവിടെയാണ്? യൂറോപ്പിലെ ആൽപ്സ് പർവ്വതത്തിന്റെ വടക്കേ ചരിവിലൂടെ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ഫോൻ എന്നത്. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതത്തിന്റെ വടക്കേ ചരിവിലൂടെ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ഫോൻ എന്നത്. ഫോൻ. ഈ ഫോൻ കാറ്റുകൾ കാരണം മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന കാറ്റ് ഏത് എന്ന് ചോദിച്ചാൽ അത് ഫോൻ ആണ് കേട്ടോ. മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന കാറ്റ് ഫോൻ. ഹർമാറ്റൻ ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദമാണ് ഹർമാറ്റൻ. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശികവാദം, കൊടുംചൂടിന് ശമനമേകുന്ന പ്രാദേശികവാദമാണ് ഹർമാറ്റൻ എന്നത്. ഡോക്ടർ എന്നറിയപ്പെടുന്നു ഈ ഒരു പ്രാദേശികവാദം. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശികവാദമാണ് ഹർമാറ്റൻ. ഇത് കൂടാതെ മാംഗോ ഷവർ, കാൽബൈശാഖി, മിസ്ട്രൽ, ഖാംസിൻ, ലാവെൻഡർ, അങ്ങനെ ഒരുപാട് പ്രാദേശികവാദങ്ങളുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും അതുപോലെ എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്ത് സൂക്ഷിച്ചു വെച്ച് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ കളക്ട് ചെയ്യാവുന്നത് കളക്ട് ചെയ്ത ശേഷം റിവൈസ് ചെയ്ത് നോട്ടിനോടൊപ്പം ആഡ് ചെയ്ത് പഠിക്കുക കേട്ടോ. അടുത്തത് അസ്ഥിരവാദങ്ങളാണ്. അങ്ങനെ നമ്മൾ 4ാമത്തെ വിഭാഗത്തിലെത്തി. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കാലികവാദങ്ങൾ പറഞ്ഞു, ഇവിടെ കാറ്റ് വിവിധ തരത്തിലുണ്ടെന്ന് പറഞ്ഞു. സ്ഥിരവാദങ്ങൾ നമ്മൾ പറഞ്ഞു, കാലികവാദങ്ങൾ പറഞ്ഞു, പ്രാദേശികവാദങ്ങൾ. ഇപ്പോഴത്തെ അസ്ഥിരവാദങ്ങളിലേക്ക് എത്തി. അസ്ഥിരവാദങ്ങൾ എന്താണ് എന്ന് നോക്കാം. അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് രൂപം കൊള്ളുന്നവയാണ് വേരിയബിൾ വിൻഡ്സ് അല്ലെങ്കിൽ അസ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത്. ഹ്രസ്വകാലം മാത്രം നിലനിൽക്കുന്നതും ശക്തിയോ ദിശയോ പ്രവചിക്കാനാകാത്തതുമായ കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ. ഹ്രസ്വകാലം മാത്രം നിലനിൽക്കുന്നു, ശക്തിയോ ദിശയോ പ്രവചിക്കാനാകാത്തവയുമാണ് അസ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത്. ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളും ഈ ഗണത്തിൽ പെടുന്നു. ചക്രവാദങ്ങൾ, പ്രതിചക്രവാദങ്ങൾ, സൈക്ലോൺസ് ആൻഡ് ആന്റി സൈക്ലോൺസ് എന്നിവ അസ്ഥിരവാദങ്ങളിൽ ഉൾപ്പെടുന്ന 2 തരങ്ങളാണ്. നമുക്ക് അവയെക്കുറിച്ച് നോക്കാം. ചക്രവാദങ്ങൾ. എന്താണ് സൈക്ലോൺസ്? ന്യൂനമർദ്ദ കേന്ദ്രങ്ങളിലേക്ക് ചുറ്റുപാടുകളിൽ നിന്നും ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന വ്യവസ്ഥകളാണ് ചക്രവാതങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് കാറ്റുകൾ ശക്തമായി, ചുറ്റുപാടുമുള്ള കാറ്റുകൾ ശക്തമായി ചുഴറ്റി വീശുന്ന അവസ്ഥയെയാണ് ചക്രവാതങ്ങൾ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശവും അതിനു ചുറ്റുമായിട്ട് ഉച്ചമർദ്ദവും സൃഷ്ടിക്കപ്പെടുന്നത് ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് ചുറ്റുമുള്ള ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും ശക്തമായി കാറ്റ് ചുഴറ്റി വീശുകയാണ് ഉണ്ടാവുന്നത്. ഇനി ഇവിടെയുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ദക്ഷിണാർദ്ധഗോളത്തിലും ഉത്തരാർദ്ധഗോളത്തിലും 2 ദിശയിലാണ് കാറ്റ് ചുഴറ്റി വീശുന്നത്. എന്തുകൊണ്ടായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും കാറ്റിന്റെ ദിശയ്ക്ക് വ്യത്യാസം വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം കോറിയോലിസ് പ്രഭാവമാണ്. ഈ ഒരു കോറിയോലിസ് പ്രഭാവം കൊണ്ട് തന്നെയാണ് ഉത്തരാർദ്ധഗോളത്തിലെ ചക്രവാതങ്ങളിൽ കാറ്റ് വീശുന്നത് എതിർ ഘടികാര ദിശയിലാണ്, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് കാറ്റുകൾ വീശുന്നത്. എന്നാൽ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് വരുമ്പോൾ കോറിയോലിസ് പ്രഭാവത്താൽ ദക്ഷിണാർദ്ധഗോളത്തിൽ കാറ്റുകൾ, ചക്രവാതങ്ങളിൽ കാറ്റ് വീശുന്നത് ഘടികാര ദിശയിലായിരിക്കും. ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലും ഉത്തരാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലുമായിരിക്കും സഞ്ചരിക്കുന്നത്. ഇനി ഇവിടെ നോക്കാം. ഉഷ്ണമേഖലയിൽ രൂപം കൊള്ളുന്ന ചക്രവാതങ്ങൾക്ക് മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങളെ അപേക്ഷിച്ച് വ്യാപ്തി കുറവാണെങ്കിലും കൂടുതൽ വിനാശകാരികളാണ്. ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങൾക്ക് മുകളിലാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ തീരം തൊടുന്നതോടെ നിർജീവമാകുന്നു. കരയിലെ താപസാഹചര്യങ്ങൾ കടലിൽ നിന്നും വ്യത്യസ്തമായതും കരയിൽ ഘർഷണം കൂടുതലായതുമാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ
കരയിൽ കയറുന്നതോടെ നിർജീവമാകാൻ കാരണം. തീരദേശങ്ങളിൽ അതിശക്തമായ ചുഴലിക്കാറ്റുകൾക്കും മഴയ്ക്കും കാരണമാകുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹരിക്കെയിൻസ്, ടൈഫൂൺസ്, വില്ലീസ്, ടൊർണാഡോ തുടങ്ങിയ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ഈ ഒരു ഉത്തരാർദ്ധഗോളത്തിലും അതുപോലെ ദക്ഷിണാർദ്ധഗോളത്തിലും രണ്ട് ദിശയിലേക്കായിട്ട് കോറിയോലിസ് പ്രഭാവം കൊണ്ട് ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലും ഉത്തരാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലുമായിരിക്കും സഞ്ചരിക്കുന്നത്. ഇനി ഇവിടെ നോക്കാം. ഉഷ്ണമേഖലയിൽ രൂപം കൊള്ളുന്ന ചക്രവാതങ്ങൾക്ക് മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങളെ അപേക്ഷിച്ച് വ്യാപ്തി കുറവാണെങ്കിലും കൂടുതൽ വിനാശകാരികളാണ്. ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങൾക്ക് മുകളിലാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ തീരം തൊടുന്നതോടെ നിർജീവമാകുന്നു. കരയിലെ താപസാഹചര്യങ്ങൾ കടലിൽ നിന്നും വ്യത്യസ്തമായതും കരയിൽ ഘർഷണം കൂടുതലായതുമാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ കരയിൽ കയറുന്നതോടെ നിർജീവമാകാൻ കാരണം. തീരദേശങ്ങളിൽ അതിശക്തമായ ചുഴലിക്കാറ്റുകൾക്കും മഴയ്ക്കും കാരണമാകുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹരിക്കെയിൻസ്, ടൈഫൂൺസ്, വില്ലീസ്, ടൊർണാഡോ തുടങ്ങിയ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ഈ ഒരു ഉത്തരാർദ്ധഗോളത്തിലും അതുപോലെ ദക്ഷിണാർദ്ധഗോളത്തിലും രണ്ട് ദിശയിലേക്കായിട്ട് കോറിയോലിസ് പ്രഭാവം കൊണ്ട് ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലും ഉത്തരാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലും ചക്രവാതങ്ങൾ ചുഴറ്റി വീശിയടിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇവയെ ഇത്തരത്തിൽ രൂപപ്പെടുന്ന കാലാവസ്ഥാ മേഖലകളുടെ അടിസ്ഥാനത്തിൽ ചക്രവാതങ്ങളെ രണ്ട് തരത്തിലാണ് പറയുന്നത്. ഒന്ന് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ എന്നും രണ്ടാമത്തേത് മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങൾ എന്നുമാണ്. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളും അതുപോലെ മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങൾ എന്നിങ്ങനെ രണ്ട് തരത്തിലാണ് പറയുന്നത്. ഉഷ്ണമേഖലാ ചക്രവാതത്തിന് ഒരു ഉദാഹരണമാണ് നമുക്കറിയാവുന്ന ഓഖി ചുഴലിക്കാറ്റ് ഉഷ്ണമേഖലാ ചക്രവാതത്തിന് ഉദാഹരണമാണ്. ഈ ഉഷ്ണമേഖലാ സമുദ്ര പ്രദേശത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന പ്രാദേശിക മർദ്ദ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന ചക്രവാതങ്ങളെയാണ് ഉഷ്ണമേഖലാ ചക്രവാതം എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങൾക്ക് മുകളിൽ രൂപം കൊണ്ട് തീരത്തേക്ക് വീശുന്ന അതിതീവ്രമായ കൊടുങ്കാറ്റുകളാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ എന്ന് പറയുന്നത്. ഈ ചക്രവാതങ്ങൾ അതിതീവ്രതയോടെ വീശുന്നത് കൊണ്ട് തന്നെ അതിശക്തമായ മഴയ്ക്കും കടലേറ്റത്തിനും വൻതോതിൽ നാശനഷ്ടങ്ങൾക്കും ഒക്കെ കാരണമാകുന്നവയാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ. ഏറ്റവും വിനാശകാരികളായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ എന്ന് പറയുന്നത്. ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നതും ശക്തി പ്രാപിക്കുന്നതും ചൂടേറിയ ഉഷ്ണമേഖലാ സമുദ്രങ്ങളുടെ മുകളിലൂടെയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നതും അതുപോലെ ശക്തി പ്രാപിക്കുന്നതും ഒക്കെ ചോദിച്ചാൽ അതിനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെയാണ്. കോറിയോലിസ് പ്രഭാവമാണ് പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. കോറിയോലിസ് പ്രഭാവത്തിന്റെ സാമീപ്യം കാരണം കാറ്റിന്റെ ലംബതല വേഗത്തിൽ ഉണ്ടാകുന്ന നേരിയ വ്യത്യാസങ്ങൾ ഇതിന് കാരണമാണ്. നേരത്തെ തന്നെ നിലനിന്നിരുന്ന ദുർബലമായ ന്യൂനമർദ്ദ മേഖല ഒരു കാരണമാണ്. അതുപോലെ സമുദ്രനിരപ്പിന് മുകളിലായി ഉയർന്ന തലത്തിൽ വായുവിന്റെ വിയോജനം ഉള്ളതും ഇതിനൊരു കാരണമാണ്. ഇത്തരത്തിൽ ഇവ ശക്തമായി കരയിലേക്ക് വരുന്നു. ഇവ ഏറ്റവും വിനാശകാരികളായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് എന്നാണ് പറയുന്നത്. പിന്നീട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് വിവിധ തരത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഹരിക്കെയിൻസ് എവിടെയാണ്? ഹരിക്കെയിൻസ് വീശുന്നത് വെസ്റ്റ് ഇൻഡീസിലാണ്. വില്ലീസ് വീശുന്നത് ഓസ്ട്രേലിയയിലാണ്. ടൊർണാഡോ എവിടെയാണ്? ടൊർണാഡോ അമേരിക്കയിലാണ്. ടൊർണാഡോ ചക്രവാതങ്ങൾ വീശുന്നത് അമേരിക്കയിലാണ്. ടൈഫൂൺസ് പറഞ്ഞില്ല അല്ലെ? ടൈഫൂൺസ് പശ്ചിമ ശാന്ത സമുദ്ര പ്രദേശത്തും അതുപോലെ തന്നെ തെക്കൻ ചൈന കടലിലുമാണ് ടൈഫൂൺസ് വീശുന്നത്. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളിൽ വിവിധ പേരുകളിലാണ് ഇവ അറിയപ്പെടുന്നത്. ഹരിക്കെയിൻസ് പറഞ്ഞു. ടൈഫൂൺസ് എവിടെയാണ്? പശ്ചിമ ശാന്ത സമുദ്ര പ്രദേശം, തെക്കൻ ചൈന കടൽ എന്നിവിടങ്ങളിലാണ്. ഓക്കെ. മിതോഷ്ണ മേഖലയിൽ ഉഷ്ണവായുവും ശീതവായുവും സന്ധിക്കുന്ന വാതമുഖങ്ങളിലാണ് മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങൾ
ജന്മമെടുക്കുന്നത്. മിതോഷ്ണ മേഖലയിൽ ഉഷ്ണവായുവും ശീതവായുവും സന്ധിക്കുന്ന വാതമുഖങ്ങളിലാണ് മിതോഷ്ണ മേഖല ചക്രവാതങ്ങൾ ജന്മമെടുക്കുന്നത്. അപ്പൊ മിതോഷ്ണ മേഖല ചക്രവാതങ്ങളാണ് അടുത്തത്. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെ അപേക്ഷിച്ച് മിതോഷ്ണ ചക്രവാതങ്ങളുടെ വ്യാപ്തി കൂടുതലാണെങ്കിലും ഇത് വിനാശകാരികളല്ല. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തരം ന്യൂനമർദ്ദ വ്യത്യാസങ്ങൾക്ക് വൻകരകൾക്ക് മുകളിലൂടെ നീങ്ങാനായി കഴിയുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങളിലെ വായുപ്രവാഹം എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലുമാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റാണ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങളെ കുറിച്ചാണ്. ഉഷ്ണമേഖലയ്ക്കപ്പുറത്ത് മധ്യ അക്ഷാംശങ്ങളിലും ഉയർന്ന അക്ഷാംശങ്ങളിലും രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ വ്യൂഹങ്ങളാണ് മിതോഷ്ണ ചക്രവാതങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു ചക്രവാതങ്ങൾ മിതോഷ്ണ ചക്രവാതങ്ങൾ നിശ്ചലമായ ധ്രുവീയ വാതമുഖങ്ങളിലാണ് രൂപം കൊള്ളുന്നത്. വ്യത്യസ്ത ഊഷ്മാവ് അനുഭവപ്പെടുമ്പോഴും ഈ ചക്രവാത മുഖങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോഴാണ് ഇത്തരം ചക്രവാതങ്ങൾ ഉണ്ടാകുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ ഉഷ്ണവായു വാതമുഖത്തിന് വടക്ക് നിന്നുമാണ് വീശുന്നത്. ഇവ ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെ അപേക്ഷിച്ച് മിതോഷ്ണ ചക്രവാതങ്ങൾക്ക് എന്താണ് വ്യാപ്തി കൂടുതലാണ്. എങ്കിലും ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെക്കാൾ വിനാശകാരികളല്ല, അല്ലെങ്കിൽ ഇവ വിനാശകാരികളല്ല. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളാണ് വിനാശകാരികളായിട്ടുള്ളത്. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തരം ന്യൂനമർദ്ദ വ്യവസ്ഥകൾക്ക് വൻകരകൾക്ക് മുകളിലൂടെ നീങ്ങാനായി കഴിയുന്നു. ഇവയുടെ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഒന്നാമത് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ ഉഷ്ണമേഖലാ ചക്രവാതങ്ങളിൽ നിന്നും വളരെയധികം വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ആ വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങൾക്ക് വ്യക്തമായ വാതമുഖ വ്യവസ്ഥയുണ്ട്. മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള വാതമുഖ വ്യവസ്ഥയുണ്ട്. ഇത് ഉഷ്ണമേഖലാ ചക്രവാതങ്ങളിൽ ഉണ്ടായിരിക്കുന്നതല്ല. മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങൾ കരയുടെയും കടലിന്റെയും മുകളിലാണ് രൂപം കൊള്ളുന്നത്. മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങൾ കരയുടെയും കടലിന്റെയും മുകളിൽ രൂപം കൊള്ളുന്നു. ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ എവിടെയാണ്? കടലിന്റെ മുകളിൽ മാത്രമേ രൂപം കൊള്ളാറുള്ളൂ. ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ കടലിന് മുകളിൽ മാത്രമേ രൂപം കൊള്ളാറുള്ളൂ. ഇവ കരയിലെത്തുന്നതോടെ ദുർബലമാവുകയും ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ പറഞ്ഞു, തീരം തൊടുന്നതോടെ നിർജീവമാവുകയും ചെയ്യുന്നു. ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ കടലിന് മുകളിൽ മാത്രമേ രൂപം കൊള്ളുന്നുള്ളൂ. ഇവ കരയിലെത്തുന്നതോടെ ദുർബലമാവുകയും ചെയ്യുന്നു. ഇനി മിതോഷ്ണ ചക്രവാതങ്ങൾ ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെക്കാൾ കൂടുതൽ സ്ഥലത്ത് വ്യാപിക്കുന്നുണ്ട്. എന്നാൽ ഉഷ്ണമേഖലാ ചക്രവാതങ്ങളുടെ കാറ്റിന് തീവ്രത കൂടുതലായതുകൊണ്ട് നാശനഷ്ടങ്ങളുടെ അളവും കൂടുതലാണ്. മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങൾ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്കാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ഉഷ്ണമേഖലാ ചക്രവാതങ്ങളുടെ സഞ്ചാരഗതി എവിടെ നിന്നാണ്? കിഴക്ക് നിന്നും പടിഞ്ഞാറേക്കാണ് ഇവ സഞ്ചരിക്കുന്നത്. ഏതാണ്ട് ഇതൊക്കെയാണ് ഇവയുടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ചക്രവാതങ്ങൾ രണ്ടു തരമുണ്ട്. മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങളും ഉഷ്ണമേഖലാ ചക്രവാതങ്ങളും. ഇവ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് പറഞ്ഞു. ഇവയുടെ വ്യത്യാസങ്ങളും പറഞ്ഞു. പ്രധാനമായിട്ടും ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ചക്രവാത ദിശയിലും വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണ് എന്നുള്ളതും നമ്മളിവിടെ പറഞ്ഞു. അടുത്തതാണ് പ്രതിചക്രവാതം. നമ്മളിവിടെ പറഞ്ഞ അസ്ഥിരവാദങ്ങളിൽ ഉദാഹരണങ്ങളാണ് ചക്രവാതങ്ങളും പ്രതിചക്രവാദങ്ങളും. അതിൽ ചക്രവാതങ്ങൾ കണ്ടു. രണ്ടാമത്തേത് പ്രതിചക്രവാദമാണ്. പ്രതിചക്രവാദങ്ങൾ പൊതുവെ ചക്രവാതങ്ങളുടെ പേര് പോലെ തന്നെ ആന്റി സൈക്ലോൺസ് ആണ്. ഇവ ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തേക്ക് കാറ്റ് ചുഴറ്റി വീശുന്ന വ്യവസ്ഥകളാണ് പ്രതിചക്രവാദങ്ങൾ. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഉച്ചമർദ്ദ മേഖലാ പ്രദേശത്ത് നിന്ന് പുറത്തേക്കാണ് കാറ്റ് ചുഴറ്റി വീശുന്നത്. ഇതിനെ നമ്മൾ പ്രതിചക്രവാദം എന്നാണ് പറയുന്നത്. ഇത് കാര്യമായ അന്തരീക്ഷ പ്രക്ഷുബ്ധങ്ങൾ സൃഷ്ടിക്കാറില്ല. ഉത്തരാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലുമാണ് കാറ്റ് വീശുന്നത്. ഇവിടെ നോക്കിയറിയാം, കോറിയോലിസ് പ്രഭാവം കൊണ്ട് തന്നെയാണ്. കോറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ പ്രതിചക്രവാദങ്ങളിൽ കാറ്റ് വീശുന്നത് ഘടികാര ദിശയിലാണ്. ഇവിടെ ചക്രവാതത്തിൽ ഈ ഒരു കാര്യം, ചക്രവാത ദിശയിലാണെങ്കിൽ ന്യൂനമർദ്ദമാണ് അകത്ത് വരുന്നത്, പുറത്തു നിന്ന് അകത്തേക്കാണ് കാറ്റ് വീശുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ എന്താണ്? ഉത്തരാർദ്ധഗോളത്തിൽ
ചക്രവാതങ്ങളിലെ പ്രവാഹം എതിർ ഘടികാര ദിശയിലായിരുന്നു, ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലും ആയിരുന്നു. നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ പറഞ്ഞ പ്രതിചക്രവാതത്തിൽ വരുന്നത്. ഉച്ചമർദ്ദ മേഖലാ പ്രദേശത്ത് നിന്ന് പുറത്തേക്കാണ് കാറ്റ് ചുഴറ്റി വീശുന്നത്. ഇതിൽ ഉത്തരാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലാണ്, ദക്ഷിണാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലുമാണ് കാറ്റ് വീശുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. സ്റ്റേറ്റ്മെന്റ്സ് ചക്രവാതവും പ്രതിചക്രവാതവും ചേർത്ത് തന്നാലും മാറിപ്പോവാത്ത വിധത്തിൽ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ പ്രതിചക്രവാതം, ചക്രവാതം എന്നിവ പൂർത്തിയാക്കി. എന്താ പറഞ്ഞത് പ്രതിചക്രവാതത്തെ കുറിച്ച്? ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും ചുറ്റുമുള്ള ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന പ്രതിഭാസത്തെ നമ്മൾ പ്രതിചക്രവാതം എന്ന് പറഞ്ഞു. കോറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിലെ പ്രതിചക്രവാതങ്ങളുടെ കാറ്റ് വീശുന്ന ദിശ ഘടികാര ദിശയായിരിക്കും. അതുപോലെ തന്നെ ദക്ഷിണാർദ്ധഗോളത്തിൽ കോറിയോലിസ് പ്രഭാവത്താൽ ദക്ഷിണാർദ്ധഗോളത്തിലെ പ്രതിചക്രവാതങ്ങൾ വീശുന്നത് ഏത് ദിശയിലാണ്? എതിർ ഘടികാര ദിശയിലും ആണ്. അപ്പൊ അത് ക്ലിയർ ആണല്ലോ. നമ്മൾ 4 തരത്തിലുള്ള കാറ്റുകളും അവയുടെ സവിശേഷതകളും എങ്ങനെയൊക്കെയാണ് രൂപപ്പെടുന്നത് എന്നും പഠിച്ചു. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് അന്തരീക്ഷ ആർദ്രതയെ കുറിച്ചാണ്. നമ്മളിവിടെ പറഞ്ഞതുപോലെ ഭൂമിയിൽ ഓരോ പ്രദേശത്തും ഓരോ കാലത്തും ലഭ്യമാകുന്ന സൗരോർജം അതത് പ്രദേശങ്ങളിലെ വായുചലനങ്ങൾക്ക് കാരണമാകുന്നത് നമ്മൾ കണ്ടു. സൗരോർജത്തിന്റെ സ്വാധീനം കൊണ്ട് തന്നെ ഉണ്ടാകുന്ന മറ്റൊരു ദിനാന്തരീക്ഷ ഘടകമാണ് അറ്റ്മോസ്ഫെറിക് ഹ്യൂമിഡിറ്റി എന്നത്. ഈ ഒരു വസ്തുത അല്ലെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ആർദ്രത എന്താണെന്നും മറ്റു കാര്യങ്ങളും ഒക്കെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.